ഹായ് ഡിയേഴ്സ്. അപ്പം നല്ല പഴുത്ത നാടൻ മാങ്ങകൾ കൊണ്ട് നമുക്കൊരു വിഭവം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ മാങ്ങ കൈകൾ കൊണ്ടില്ലേ നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ എടുക്കുക. അപ്പം ഞാനിവിടെ ഒരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ എരിവിന് പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതൊക്കെ അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഉപ്പ്. ഉപ്പും തന്നെ അത് അവൻ്റെ ഇതിന് ട്ടോ. ഞാനിവിടെ മധുരം ആഡ് ചെയ്യുമ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ശർക്കര പൊടിച്ച് ഇവിടെ ഞാനൊരു 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ എരിവും പുളിയും അതേപോലെ ശർക്കരയൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മളിത് അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടോ. ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മൺചട്ടിയിൽ പാകം ചെയ്യുമ്പോൾ ഒന്നും കൂടെ നല്ല രസം ഉണ്ടാവും ട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് നോക്കുക. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്നുകൂടെ നമ്മൾ ഇളക്കാം. അപ്പോൾ തിളയ്ക്കുമ്പോൾ ഇതേപോലെ ആയിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് ഈ ശർക്കര ഒന്ന് കുറുകി വരണം ട്ടോ. കുറുകി വരുമ്പോഴാണ് ഇതിന് ശരിയായ ഒരു പാകം എത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ ഒരു നല്ല കുറുകി വരും. അപ്പോൾ നല്ല ടേസ്റ്റ് ആവും ട്ടോ കഴിക്കാൻ. അപ്പോൾ നമുക്കിതിനി നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഒന്ന് താളിച്ചെടുക്കണം. താളിച്ച് എടുക്കേണ്ടത് നമ്മൾ കടുകിലും ഉലുവയിലും ആട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടായിട്ട് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ആവശ്യത്തിനുള്ള ഉലുവ കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഉലുവ പൊട്ടി വന്നതിന് ശേഷമാണ് നമ്മൾ കടുക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും അതേപോലെ വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഈ ശർക്കര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ഇത് ഉപയോഗിക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടാവും. നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഈ മാങ്ങ കൊണ്ട് പഴുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.